ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിസ് പാത്ത് ടെസ്റ്റിംഗ് ആണ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് രണ്ടെണ്ണം. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സാമിൻസിന് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബേസിസ് പാത്ത് ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ബേസിസ് പാത്ത് ടെസ്റ്റിംഗ് ഈസ് എ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക് പോപ്പുലർലി ബൈ ടോം മക്കർ. This method enables the test case designer to derive a logical complexity measure of a procedure design. ഓക്കെ, അപ്പം നമ്മൾ എക്സിക്യൂഷൻ പാത്തിൻ്റെയും പ്രൊസീജിയർ അതായത് ഒരു ലോജിക്കൽ കോംപ്ലക്സിറ്റി മെഷറാണ് ആക്ച്വലി ബേസിസ് പാത്ത് ടെസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. ദിസ് മെഷർ ഈസ് യൂസ്ഡ് ആസ് എ ഗൈഡ് ഫോർ ഡിഫൈനിങ് എ ബേസിസ് സെറ്റ് ഓഫ് എക്സിക്യൂഷൻ പാത്ത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി എക്സിക്യൂഷൻ പാത്തൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ടെസ്റ്റ് കേസസ് ഡിറൈവ്ഡ് ആർ ഗ്യാരണ്ടീഡ് ടു എക്സിക്യൂട്ട് എവറി സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ പ്രോഗ്രാം അറ്റ്ലീസ്റ്റ് വൺ ടൈം ഡ്യൂറിങ് ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പം നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഇപ്പം നമ്മൾ ത്രൂ ഔട്ട് എല്ലാം കാണുന്നത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും വൺസ് എക്സിക്യൂട്ട് ചെയ്ത് അത് ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിംഗ് മെത്തേഡ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay, flow graph notation. The flow graph depicts logical control flow using the notation. ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട്. നമ്മൾ ഗ്രാഫ് വെച്ചിട്ട് നോട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താ പറയുക, റിലേഷൻഷിപ്പ്, അതായത് ഏതൊക്കെ തമ്മിൽ ആണ് നോട്ട്സ് തമ്മിലാണ് റിലേഷൻഷിപ്പ് ഉള്ളത്, അതായത് നമ്മളൊരു കൺട്രോൾ ഫ്ലോ, ലോജിക്കൽ കൺട്രോൾ ഫ്ലോ ഉള്ളത് എന്നുള്ളതൊക്കെ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പോലെ റെപ്രസെൻറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെയാണ് ആക്ച്വലി ഇതിനകത്ത് നമ്മൾ കോംപ്ലക്സിറ്റി, ലോജിക്കൽ കോംപ്ലക്സിറ്റി മെഷർ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, പ്രോഗ്രാമിംഗ് കോഡിൽ നിന്ന് നമ്മളൊരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ദ ഫ്ലോ ഗ്രാഫ് ഡെപിക്സ് ലോജിക്കൽ കൺട്രോൾ ഫ്ലോ യൂസിങ് ദി നൊട്ടേഷൻ. ഈച്ച് സർക്കിൾ കോൾഡ് എ ഫ്ലോ ഗ്രാഫ് നോഡ് റെപ്രസെൻറ്റ്സ് വൺ ഓർ മോർ പ്രൊസീജിയർ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം നമുക്ക് നോട്ട്സ്, ഗ്രാഫ് എന്ന് പറയുമ്പോൾ നോട്ട്സ് ആൻഡ് എഡ്ജസ് ആണ് മെയിൻലി ഉള്ളത്. അപ്പോൾ ഓരോ നോട്ട്സ് ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ദ ആരോസ് ഓൺ ദ ഫ്ലോ ഗ്രാഫ് ആർ കോൾഡ് എഡ്ജസ് ഓർ ലിങ്ക്സ് റെപ്രസെൻറ്റ് ഫ്ലോ ഓഫ് കൺട്രോൾ. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നെക്സ്റ്റ് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഇപ്പം ലൂപ്പാണ്, കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് വരുന്നതെങ്കിൽ കൺട്രോൾ എങ്ങോട്ട് പോകണം, അപ്പോൾ ആ ഫ്ലോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂസിങ് എഡ്ജസ് അല്ലെ ലിങ്ക്സ് വെച്ചിട്ടാണ്. നമുക്കറിയാം ഗ്രാഫിൽ നമ്മൾ ലിങ്ക്സ് വെച്ചിട്ടാണ് എഡ്ജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് ഒരു നോഡിൽ നിന്ന് അടുത്ത് എങ്ങോട്ട് പോകണം എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യം ഏരിയാസ് ബൗണ്ടഡ് ബൈ എഡ്ജസ് ആൻഡ് നോട്ട്സ് ആർ കോൾഡ് റീജിയൻസ്. അപ്പം നമ്മളൊരു ഫ്ലോ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ എഡ്ജ് ആൻഡ് നോട്ട്സ് വെച്ച് നമ്മളൊരു ഏരിയ ബൗണ്ട് ചെയ്യും. അതായത് സെറ്റ് ഓഫ്, ഇപ്പം ലൂപ്പിനകത്തൊക്കെയാണ് സെറ്റ് ഓഫ് കോഡ്സ് നമ്മൾ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ആ ലൂപ്പിൻ്റെ എന്താ പറയുക, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് ആ ലൂപ്പ് ബൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മളൊരു റീജിയൻ എന്നാണ് പറയുക. When counting regions, we include the area outside the graph as a region. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പം ഔട്ട്സൈഡ് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വേറൊരു റീജിയനായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഈ റീജിയനും നോട്ട്സും എഡ്ജും ഫ്ലോയും ഒക്കെ നമുക്ക് എക്സാമ്പിൾസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. Then next നമ്മൾ predicate nodes. A separate node is created for each of the conditions A and B in the statements. അതായത് സെപ്പറേറ്റ് predicate node എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ ഇഫ് എ ഓർ ബി അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് നോഡ്, കണ്ടീഷൻ ചെക്കിങ്ങിന് സെപ്പറേറ്റ് നോഡൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഈച്ച് നോഡ് ദാറ്റ് കണ്ടെയ്ൻസ് എ കണ്ടീഷൻ ഈസ് കോൾഡ് എ predicate node. അപ്പോൾ കണ്ടീഷനൊക്കെ വന്നു കഴിയുമ്പം അതിനെ സെപ്പറേറ്റ്ലി ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളൊരു പിക്ചറിയറായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇഫ് എ ഓർ ബി, എ ബി, അതിനെ നമ്മൾ ഒരു നോഡായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ നോഡിന് നമ്മൾ പറയുന്ന പേരാണ് പ്രെഡിക്കേറ്റ് നോഡ്. ഇഫ് എ ഓർ ബി ദെൻ പ്രൊസീജിയർ എക്സ് എൽസ് പ്രൊസീജിയർ വൈ എന്നുള്ളതാണ് ആക്ച്വലി കണ്ടീഷൻ വർക്ക് ചെയ്യേണ്ടത്. അപ്പം ആ കണ്ടീഷൻ ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇഫ് എ ഓർ ബി എന്നുള്ളത് കൊടുക്കും. അപ്പോൾ അതിനെ നമ്മൾ പ്രെഡിക്കേറ്റ് നോഡ് എന്നാണ് പറയുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാം പാത്ത്സ്. എന്തായിരിക്കാം? ആൻ ഇൻഡിപെൻഡൻറ്റ് പാത്ത് ഈസ് എനി പാത്ത് ത്രൂ ദ പ്രോഗ്രാം ദാറ്റ് ഇൻട്രൊഡ്യൂസസ് അറ്റ്ലീസ്റ്റ് വൺ
ന്യൂ സെറ്റ് ഓഫ് പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ എ ന്യൂ കണ്ടീഷൻ. അപ്പം ഇൻഡിപെൻഡൻറ്റ് അതായത് ന്യൂ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ കണ്ടീഷൻ പർട്ടിക്കുലർ പുതിയ കണ്ടീഷൻസിനെ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് മാത്രമല്ല ഫ്ലോ പോകുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണ്ടീഷനൊക്കെ അതിനെ മാത്രം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇതൊക്കെ ഉണ്ടാകും. ആ ഒരു പാത്ത്, ആ ഒരു ഫ്ലോ അത് ഏത് റൂട്ടിൽ കൂടിയാണോ പോകുന്നത് അതിനെ ഇൻഡിപെൻഡൻറ്റ് പാത്ത് എന്നാണ് ആക്ച്വലി പറയുക. ഓക്കെ, അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം സ്ട്രക്ചർ അല്ല ഒരു പ്രോഗ്രാമിനെ നമ്മൾ നോട്ട്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് അതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും എല്ലാമാണ് ഈ ഫിഗറിൽ ഗ്രാഫായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എഡ്ജസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, റീജിയൻസ് ഉണ്ട് ഒക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് പാത്ത്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം 1 2 3 4 5 6 അങ്ങനെ 11 വരെയുള്ള നോട്ട്സാണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 to 11 എന്ന് പറയുന്ന 1ൽ നിന്ന് 11 ഡയറക്റ്റ് പാത്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാത്താണ്. ഓക്കെ, പാത്ത് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 പിന്നെ 10 വന്നു കഴിഞ്ഞിട്ട് 1 11. ഓക്കെ, അങ്ങനെ ഒരു പാത്ത്, അതായത് അതൊരു ഇൻഡിപെൻഡൻറ്റ് പാത്താണ്. ഓക്കെ, അതൊരു സെറ്റ് ഓഫ് പാത്ത്. പിന്നെ നമുക്ക് 1 2 3 6 8 9 10 1 11 വേറൊരു പാത്ത്. അങ്ങനെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് പാത്ത് ഈ പ്രോഗ്രാമിൽ തന്നെ ഉണ്ടാകും. പിന്നെ ഇത് കണ്ടോ, നോട്ട്സ് ആയിട്ട് നമ്മൾ ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് നമ്മളിപ്പോൾ പ്രീവിയസ് എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഈ ഫിഗറിൽ പറഞ്ഞിട്ടുണ്ട്. നോട്ട്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മൾ 2 3 4 5 എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്പറാണ് കേട്ടോ. നമ്മൾ സാധാരണ സ്യൂഡോ കോഡ് എഴുതുമ്പോൾ 1 2 3 എന്ന് ഓരോ സ്റ്റേറ്റ്മെൻറ്റിന് നമ്പർ ചെയ്യാറില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്പർ ചെയ്ത് നമുക്ക് ഏത് നോഡിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കാൻ പറ്റില്ല. പകരം നമ്മൾ ഈ നമ്പർ വെച്ചിട്ടാണ് നോഡ് അതായത് സ്റ്റേറ്റ്മെൻറ്റിന് നോഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 1 എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മുടെ എന്താ പറയുക ഏതെങ്കിലും വൈലൂപ്പ കണ്ടീഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കാം. അങ്ങനെയാണ് ഈ നോഡിൽ വരുന്നത്. ഓക്കെ, പിന്നെ എഡ്ജ്, അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റിൽ കൺട്രോൾ ഫ്ലോ എങ്ങോട്ടൊക്കെ പോകുന്നത് ഇപ്പം ഞാൻ എക്സാമ്പിൾസ് കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. അങ്ങനെയുള്ള ലിങ്കാണ് ഈ എഡ്ജായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ R1 R2 R3 എന്നൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, അപ്പം 6 8 9 7 എന്ന് പറയുന്നത് ഒരു റീജിയനായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 3 6 8 9 10 4 5 എന്ന് പറയുന്ന R2 റീജിയൻ. ഔട്ട്സൈഡ് ഇത് വരുന്നത് എന്താ R1, അതായത് ഈ ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ 1 2 3 നമ്മളൊരു പാത്ത് പറഞ്ഞില്ലേ 4 5 10 11 അതൊരു റീജിയനായിട്ട് നമുക്ക് R1 റീജിയൻ, R1 R4 R1ന് ഔട്ട്സൈഡ് വരുന്നതിനെ നമുക്ക് 4 5 10 ഇതൊക്കെ വരുന്നതിനെ ഒരു അടുത്ത റീജിയനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ റീജിയൻസ് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്, അതായത് പാത്തിന് ഔട്ട്സൈഡും ഇൻസൈഡും ഒക്കെ വരുന്നതിനെ റീജിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ മെയിൻലി ഇത്രയും കാര്യങ്ങളാണ് എന്താ പറയുക നമ്മളൊരു ബേസിസ് പാത്ത് അനാലിസിസിൽ കൺസിഡർ ചെയ്യുന്ന കാര്യം. ഫോളോവിങ് പാത്ത് ഈസ് നോട്ട് എ ഇൻഡിപെൻഡൻറ്റ് പാത്ത് എന്ന് പറയാം. അതായത് നമ്മളിത് 1 2 3 4 5 10 1 2 3 6 8 ഇതൊന്നും ഇൻഡിപെൻഡൻറ്റ് പാത്തല്ല. ഞാൻ എക്സാമ്പിൾസ് കാണിച്ചില്ലേ, അതൊക്കെ തന്നെയാണ് ഇൻഡിപെൻഡൻറ്റ് പാത്തിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിസ് പാത്ത് അനാലിസിസ്, ലോജിക്കൽ കോംപ്ലക്സിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞു. അതിന് നമ്മൾ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി മെത്തേഡ് വെച്ചിട്ടാണ് ഇൻഡിപെൻഡൻറ്റ് പാത്ത്, അതായത് നമുക്കതിൻ്റെ എത്ര ഇതൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പാത്ത് ഇൻ ദ ബേസിസ് സെറ്റ് ഓഫ് എ പ്രോഗ്രാം ഈക്വൽ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഓഫ് പ്രോഗ്രാം. അപ്പം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പാത്തിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഓഫ് പ്രോഗ്രാം. ദിസ് പ്രൊവൈഡ്സ് ആൻ അപ്പർ ബൗണ്ട് ഫോർ ദ നമ്പർ ഓഫ് ടെസ്റ്റ് ദാറ്റ് മസ്റ്റ് ബി കണ്ടക്റ്റഡ് ടു ensure that all statements have been executed at least once. അപ്പം നമ്മൾ ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്താ പറയുക ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വൺസ് എക്സിക്യൂട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എത്ര ടെസ്റ്റ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യണം, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കൺസിഡർ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എത്ര ടെസ്റ്റ് നമ്മൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു അപ്പർ ബൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി. ഓക്കെ, അപ്പം ഡിറൈവിംഗ് ടെസ്റ്റ് കേസസ്. അപ്പം നമ്മൾ എങ്ങനെയാണ് കോംപ്ലക്സിറ്റി മെഷർമെൻറ്റ് എന്നുള്ളതാണ്. യൂസിങ് ദ ഡിസൈൻ ഓർ കോഡ് ഡ്രോ ദ CFG കൺട്രോൾ ഫ്ലോ ഗ്രാഫ് വരയ്ക്കുക. ഡിറ്റർമിൻ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി CFG ചെയ്യുക. ഡിറ്റർമിൻ ദ ബേസിസ് സെറ്റ് ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് പാത്ത്. പ്രിപ്പയർ എ ടെസ്റ്റ് കേസ് ദാറ്റ് വിൽ ഫോഴ്സ് എക്സിക്യൂഷൻ ഓഫ് ഈച്ച് പാത്ത് ഇൻ ദി ബേസിസ് സെറ്റ്. അപ്പോൾ പ്രിപ്പയറിംഗ് ടെസ്റ്റ് കേസസ് നമ്മൾ ഓൾറെഡി മെത്തേഡിലൊക്കെ കണ്ടിരുന്നു. ഡേറ്റ ഷുഡ് ബി ചൂസൺ സോ ദാറ്റ് കണ്ടീഷൻസ് അറ്റ് ദ പ്രെഡിക്കേറ്റ് നോട്ട്സ് ആർ അപ്രോപ്രിയേറ്റ്ലി സെറ്റ് ആസ് ഈച്ച് പാത്ത് ഈസ് ടെസ്റ്റഡ്. അപ്പോൾ പ്രെഡിക്കേറ്റ് എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ കണ്ടീഷൻ്റെ ചെക്കിംഗ് ഒക്കെ വരുമ്പോൾ അതിനെ സെപ്പറേറ്റ് നോഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. ദെൻ ഈച്ച് ടെസ്റ്റ് കേസ് ഈസ് എക്സിക്യൂട്ടഡ് ആൻഡ് കമ്പയർഡ് ടു എക്സ്പെക്ട് റിസൾട്ട്സ്. Once all tests have been completed, the tester can be sure that all statements in the program have been executed at least once.
ഓക്കെ, ഇനി സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ ഓൾറെഡി പറഞ്ഞിരുന്നു എങ്കിലും സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഓഫ് പ്രോഗ്രാം ഈസ് എ മെഷർ ഓഫ് സൈക്കോളജിക്കൽ കോംപ്ലക്സിറ്റി ഓർ ദ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദി പ്രോഗ്രാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി. ഇറ്റ് ഗീവ്സ് ഇന്റേണൽ വ്യൂ ഓഫ് ദി code. It provides us the upper bound for number of tests that must be conducted to ensure that all statements have been executed at least once. Every condition has been executed on its true and false side. ഓക്കെ, അപ്പം നമുക്കൊരു പ്രോഗ്രാം കോംപ്ലക്സിറ്റി, സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോഗ്രാം അല്ലെ കോംപ്ലക്സിറ്റി എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം അറ്റ്ലീസ്റ്റ് വൺസ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര ടെസ്റ്റ് കേസസ് ആക്ച്വലി പെർഫോം ചെയ്യണം, അതോടൊപ്പം തന്നെ കണ്ടീഷൻസിന് നമ്മൾ കൊടുക്കുമ്പോൾ അതിനകത്ത് ട്രൂ കേസും ഫോൾസ് കേസും എല്ലാം പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സൈക്ലോമാറ്റിക് അതായത് നമ്മളിതിനകത്ത് സൈക്ലോമാറ്റിക് മെട്രിക്സ് ഫോം ചെയ്തിട്ടാണ് ആക്ച്വലി ചെയ്യുന്നത്. ഗിവൺ എ കൺട്രോൾ ഫ്ലോ ഗ്രാഫ് ജി ഓഫ് എ പ്രോഗ്രാം, ഞാൻ പറഞ്ഞു CFG ഫോം ചെയ്യണം. ദ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി V ഓഫ് G, സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന V ഓഫ് G ക്യാൻ ബി കമ്പ്യൂട്ടഡ് ആസ് ഇക്വേഷൻ പഠിച്ചു വെക്കുക. V ഓഫ് G = E - n + 2p എന്നാണ്. E എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് പാത്ത്, n നമ്പർ ഓഫ് നോഡ്സ് ഓഫ് ദി ഗ്രാഫ്, p നമ്പർ ഓഫ് കണക്റ്റഡ് കമ്പോണൻസ് ഓഫ് ദി ഗ്രാം, അതായത് എത്ര സ്റ്റാർട്ടിങ് ഉണ്ട് എത്ര ടെർമിനേഷൻ ഉണ്ട്. അപ്പം ഒരു സിംഗിൾ ഗ്രാഫിൽ എന്തായാലും p എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. ഒരു കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾസ് കാണിച്ച കോഡ് തന്നെയാണ് കൺട്രോൾ ഫ്ലോ ഗ്രാഫ് ഓഫ് എ പ്രോഗ്രാം. അപ്പം നമ്മൾ കമ്പ്യൂട്ട് GCD എന്ന് പറയുന്ന ഒരു സബ് ഫംഗ്ഷനാണ്, മെയിൻ പ്രോഗ്രാം അല്ല, ഇത് ഒരു സബ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട കോഡ് തന്നെയാണ്. വൈൽ x ≠ y, if x greater than y, then x = x - y, then else y = y - x, റിട്ടേൺ x എന്ന് പറയുന്ന കേസസ് ആണ് കാത്തിരിക്കുന്നത്. അപ്പം വൈൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ചെക്കിംഗ് ആണ്, അതിനുള്ളിലാണ് ഇഫ് ആൻഡ് എൽസ് വന്നിരിക്കുന്നത്. ദെൻ റിട്ടേൺ എക്സ് എന്ന് പറയുന്നത് അതിന് ഔട്ട്സൈഡാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വൈലിനെ ഇത് കണ്ടോ, ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും നമ്മൾ കൺട്രോൾ ഫ്ലോ വരുന്ന കേസസിൽ നമ്മൾ നമ്പർ ചെയ്തിട്ടുണ്ട്. വൈലിന് 1, ഇഫിന് 2, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് 3, ദെൻ എൽസ് കേസിന് 4, ദെൻ ലൂപ്പ് ഐട്രേഷൻ കൺട്രോൾ ഫ്ലോ കാണിക്കാൻ 5, ദെൻ റിട്ടേണിന് 6 ആണ് കാണിച്ചിരിക്കുന്നത്. അതാണ് ഈ നോഡായിട്ട് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. 1 എന്ന് പറഞ്ഞാൽ വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ 2 എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ് എഴുതാൻ വൈലോട്ട് പോകും. 2-ൽ നിന്ന് 2 ഫ്ലോ വരുന്നുണ്ട്, എങ്ങോട്ടാണ്? ഒരു ട്രൂ കേസും ഒരു ഫോൾസ് കേസും. 2-ൽ നിന്ന് 3 എന്ന് പറഞ്ഞാൽ x = x - y, ദെൻ 4th കേസ് എന്ന് പറഞ്ഞാൽ എൽസ് കേസിൽ ഫോൾസ് കേസിൽ y = y - x ചെയ്യും. ദെൻ 5ാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ വരുന്നത്, ഇഫ് ട്രൂ ആയാലും ഫോൾസ് ആയാലും ഇറ്ററേഷൻ ഉണ്ട്, അതായത് വൈ ലൂപ്പിലോട്ടാണ് കൺട്രോൾ പോകുന്നത്. ദെൻ ഇതെല്ലാം അതായത് വൈ ലൂപ്പ് എക്സിറ്റ് ആയി കഴിയുമ്പോൾ എങ്ങോട്ട് പോകും? 6th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സ്. ഇങ്ങനെയാണ് ഒരു കൺട്രോൾ ഫ്ലോ ഗ്രാഫ് നമ്മൾ കോഡിൽ നിന്ന് ഫോം ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യാനായിട്ട് മേ ബി ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റോൾ ഓഫ് പി എന്താണ് ഇതിനകത്ത്. കണക്റ്റഡ് കമ്പോണൻറ്റ് പി ഹാസ് വൈറ്റൽ റോൾ ഇൻ കാൽക്കുലേറ്റിംഗ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി. ഇൻ മോസ്റ്റ് കേസസ് p = 1. ഇതൊരു സിംഗിൾ സബ് റൂട്ടീൻ മാത്രമാണ്, അതിനകത്ത് സിംഗിൾ എൻട്രി ആൻഡ് സിംഗിൾ എക്സിറ്റ് മാത്രമാണ്. സോ p എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. ബിക്കോസ് എവരി ഫ്ലോ ഗ്രാഫ് ഹാസ് എ യൂണിക് എൻട്രി ആൻഡ് എക്സിറ്റ് നോട്ട്സ്. ഓൾ നോട്ട്സ് ആർ റീച്ചബിൾ ഫ്രം എൻട്രി നോട്ട്, എക്സിറ്റ് നോട്ട്സ് ആർ റീച്ചബിൾ ഫ്രം ഓൾ അതർ നോട്ട്സ്. ദീസ് വിൽ റിസൾട്ട് ഇൻ ഫ്ലോ ഗ്രാഫ് വിത്ത് p = 1. അത് p അല്ലാത്ത കേസസ് വരുന്നത് കാണിച്ചു തരാം. ഇപ്പം സിംഗിൾ എക്സിറ്റ് ആൻഡ് എൻട്രി ആൻഡ് എക്സിറ്റ് ആണ് വരുന്നതെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ p = എപ്പോഴും 1 ആയിരിക്കും. ദെൻ ഇനി എങ്ങനെയാണ് എക്സാമ്പിൾ ഒരു ഇത് ഫ്ലോ ഗ്രാഫ് തന്നിരിക്കുന്നതാണ്. അപ്പോൾ വാല്യൂ ഓഫ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് E - n + 2p ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ E എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് ഡയറക്റ്റഡ് എഡ്ജസ് ആണ്, അത് കൗണ്ട് ചെയ്യുക 9 ആണ്. നോട്ട്സ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പം 9 - 6 + 2 × p ആണ്. അപ്പം 1 എക്സിറ്റ് ആൻഡ് എൻട്രി മാത്രമേ ഉള്ളൂ. സോ p എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം എന്താണ് +2. അപ്പം നമുക്ക് എത്ര കിട്ടി? 5 ആണ് ആൻസർ. സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഓഫ് ദിസ് ഗ്രാഫ് ഈസ് 5. ഹിയർ E = 9, n = 6 ആൻഡ് p = 1. ഓക്കെ, ദെൻ p ≠ 1 എന്ന് പറഞ്ഞു അല്ലേ. അപ്പം p ≠ 1 എങ്ങനെയാണ് വരുന്നത്? ഹൈറാർക്കിക്കൽ നെസ്റ്റ് ഓഫ് സബ് റൂട്ടീൻസിൻ്റെ കേസസിലൊക്കെയാണ് p ≠ 1. അതായത് ഇപ്പം ഇവിടെ ഫസ്റ്റ് m a b ഇങ്ങനെ 3 എണ്ണമാണ് കാണിച്ചിരിക്കുന്നത്. ഫ്ലോ കാണിച്ചിട്ടുണ്ട്, ഫ്ലോ ഗ്രാഫ്.
ഓക്കെ, അപ്പോൾ അതിൽ എം മെയിൻ പ്രോഗ്രാം, എ ബി സബ് പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നോക്കാം ടോട്ടൽ ഈ എൻ പി ഒക്കെ എത്രയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലെറ്റസ് ഡിനോട്ട് ദ ടോട്ടൽ ഗ്രാഫ് അബൌവ് 3 കണക്റ്റഡ് കമ്പോണൻസ് ആർ, അതായത് കോംപ്ലക്സിറ്റി, സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഓഫ് ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ കാൽക്കുലേഷനാണ്. അത് ഈക്വൽ ടു n+2p ആണ് വരുന്നത്. അപ്പം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുമ്പം എന്ത് വരും, നമുക്ക് ഈ 3 ഗ്രാഫിൽ നിന്നുള്ള എഡ്ജസ് ആണ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് 13 നോട്ട്സ് എന്ന് പറഞ്ഞാൽ നോട്ട്സ് കൗണ്ട് ചെയ്ത് നോക്കാം, അതും 13 പ്ലസ് 2 × പി എന്ന് പറയുന്നത് നമുക്ക് 3 എൻട്രി ഉണ്ട്, 3 എക്സിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ കേസസിൽ എത്ര വരും, 2 × 3 ആണ് വരുന്നത്. സോ 6. അപ്പം ദിസ് മെത്തേഡ് വിത്ത് p not equal to 1 can be used to calculate the complexity of collection of programs, particularly a hierarchical nest of subroutines. അതായത് സിമ്പിളായിട്ട് ഇത്ര വരത്തുള്ളൂ. കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം, എയുടെ കാൽക്കുലേറ്റ് ചെയ്യണം, ബിയുടെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ 6 ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ടു കാൽക്കുലേറ്റ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഉണ്ട്. സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഓഫ് എ ഫ്ലോ ഗ്രാഫ് G is equal to the number of predicate decision nodes plus 1. അപ്പം നമ്മൾ വി ഓഫ് ജി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രെഡിക്കേറ്റ്, അതായത് പൈ പ്ലസ് 1 ആണ്. പൈ ഇസ് ദ നമ്പർ ഓഫ് പ്രെഡിക്കേറ്റ് നോട്ട്സ് കണ്ടെയ്ൻഡ് ഇൻ ദി ഫ്ലോ ഗ്രാഫ് ജി. നമ്പർ ഓഫ് പ്രെഡിക്കേറ്റ് നോട്ട്സ് പ്ലസ് 1 ആണ് ആക്ച്വലി ഒരു മെത്തേഡ്. പിന്നെ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് റീജിയൻസ് ഓഫ് ദി ഫ്ലോ ഗ്രാഫ്, അതായത് നമ്പർ ഓഫ് റീജിയൻസിനെ ബേസ് ചെയ്തിട്ടും കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോപ്പർട്ടീസ് ഓഫ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി, വി ഓഫ് ജി ഗ്രേറ്റർ ദാൻ എപ്പോഴും 1 ആയിരിക്കും. വി ഓഫ് ജി ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പാത്ത് ഇൻ ഗ്രാഫ് ജി. ഇൻഡിപെൻഡൻറ്റ് പാത്ത് ആയിരിക്കും വി ഓഫ് ജി കണ്ടുപിടിക്കുക. ഇൻസേർട്ടിംഗ് ഡിലേറ്റിംഗ് ഫംഗ്ഷൻ ആസ് ട്രീറ്റ്മെൻറ്റ്സ് ടു ജി ഡസ് നോട്ട് അഫക്റ്റ് വി ഓഫ് ജി. Okay, notes affected. G has only one path if and only if V of G equal to 1. Inserting a new row in G increases V of G by unity. V of G depends only on the decision structure of G. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 3 മെത്തേഡ് പറഞ്ഞു. ഒന്ന് E-n+2p, ഒന്ന് 5+1 നമ്പർ ഓഫ് റീജിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് E എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ് ഇതിനകത്തുനിന്ന് കൗണ്ട് ചെയ്തെടുക്കുക, നമ്പർ ഓഫ് നോട്ട്സ് കൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ 13 - 10 പ്ലസ് പി എന്ന് പറഞ്ഞാൽ 1 എക്സിറ്റ് അല്ലേ ഉള്ളൂ, എൻട്രി ഉള്ളൂ. അപ്പം നമുക്ക് 13 - 10 + 2 = 5 എന്ന് കിട്ടി. ദെൻ നമ്പർ ഓഫ് എന്താ പറയുക, ഇത് നമ്പർ ഓഫ് പ്രെഡിക്കേറ്റ് റീജിയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര കേസസ് ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, എത്ര പ്രെഡിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 1 അതായത് കണ്ടീഷൻ, പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് ചെക്കിംഗ് ആണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 4 ആണ് ആക്ച്വലി പറയുന്നത്. 4 + 1 5. ദെൻ നമ്പർ ഓഫ് റീജിയൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 1 2 3 4 5. ഓക്കെ, നമ്പർ ഓഫ് റീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, റീജിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ്, അതായത് നമ്മൾ ഈ കണ്ടീഷൻ ഒക്കെ വന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എന്താണെന്നുള്ളത്. അപ്പം ഒരു പർട്ടിക്കുലർ പാത്ത് ഫോം ചെയ്യുന്നതും അതുപോലെ അതിന് ഔട്ട്സൈഡ് വരുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് 1 2 3 4 5 ആണ് റീജിയനായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെയർഫോർ കോംപ്ലക്സിറ്റി വാല്യൂ ഓഫ് ഫ്ലോ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേസസിലും നമുക്ക് 5 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പല മെത്തേഡ്സ് കോംപ്ലക്സിറ്റി, അതായത് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഫൗണ്ട് ചെയ്യാനായിട്ടുള്ളത്. വലിയ ഫിഗറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, സൊല്യൂഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ 4 എൻ്റെ സൊല്യൂഷൻ, കുറേ അധികം സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഒക്കെ വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി പ്രോഗ്രാംസ്, ഇപ്പം നമ്മൾ ഫ്ലോ ഗ്രാഫിൽ നിന്നാണ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്ത്, ഇനി മേ ബി കോഡാണ് തരുന്നതെങ്കിൽ കോഡിൽ നിന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കൺട്രോൾ ഫ്ലോ എവിടെയൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിതിനകത്ത് വൈയിൽ ഇഫ് ഉണ്ട്, ഇഫ് n<0, അതോടൊപ്പം ഒരു കണ്ടീഷനാണ്. ദെൻ വൈ കണ്ടീഷനുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഗ്രാഫ് നമ്മൾ ഫോം ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എയിൽ നിന്ന് ബി സി ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് n<0 ദെൻ എന്താ പറയുക, n = -n ബിയിലോട്ട് പോവും. ബി അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ എന്തായിരിക്കും, വൈയിലായിരിക്കും എക്സിറ്റ് ചെയ്യുന്നത്.
ഓക്കെ, അത് സിയിലോട്ട് പോയി. ദെൻ വൈൽ ട്രൂ ആണെങ്കിൽ അതിന് ഇൻസൈഡ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് നമ്മൾ എന്ത് ചെയ്തു, ഡി ആൻഡ് ഇ പോയി, എന്നിട്ട് ആ വൈൽ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. ദെൻ അല്ലാത്ത കേസസിൽ എങ്ങോട്ടായിരിക്കും വൈൽ ലൂപ്പ് പ്രിൻ്റ് എഫ്, അതായത് എക്സിറ്റ് ആണ് നോർമലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പ്രോഗ്രാമിൻ്റെ CFG. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 3 മെത്തേഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. മെത്തേഡ് 1 ഈ -n+2p ആണ്. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എത്ര എഡ്ജസ് ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്തെടുക്കുക. അതിനകത്ത് 7, നമ്പർ ഓഫ് നോട്ട്സ് 6, p1 ആണ്, സോ 3. മെത്തേഡ് 2 നമ്പർ ഓഫ് ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണമായിരുന്നു, ഇഫിൻ്റെയും വൈലിൻ്റെയും ഉണ്ട് 2 എണ്ണമാണ്. സോ കോംപ്ലക്സിറ്റി 2 + 1 3. നമ്പർ ഓഫ് റീജിയൻസ് പറഞ്ഞാൽ 1 2 3 1 2 3 ആണ് നമ്പർ ഓഫ് റീജിയൻസ്. ഈ ഒരു സെക്ഷൻ ABC എന്നൊരു സെക്ഷൻ, പിന്നെ CDE എന്ന് പറയുന്ന ഒരു സെക്ഷൻ, പിന്നെ CDE എഫും കൂടെ ചേർന്ന ഒരു റീജിയൻ, 3 റീജിയൻസ് ആണ്. അപ്പം നമുക്ക് ഫ്ലോ തന്നാലും അതിനകത്ത് നിന്ന് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ കോഡ് തന്നാലും സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. Then next comparison of black box texting and white box texting. ഓക്കെ, അപ്പം ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഈസ് എ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മെത്തേഡ് ഇൻ വിച്ച് ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഡിസൈൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഐറ്റം ബീങ് ടെസ്റ്റഡ് ഈസ് നോട്ട് ടു ദി ടെസ്റ്റർ. പക്ഷേ വൈറ്റ് ബോക്സിൽ ഇൻറ്റേർണൽ എല്ലാ സ്ട്രക്ചറും ടെസ്റ്ററിന് അറിഞ്ഞിരിക്കും. ദ ലെവൽ ഈസ് ആപ്ലിക്കബിൾ ടു ഏതൊക്കെ ലെവൽ, മെയിൻലി ആപ്ലിക്കബിൾ ടു ഹയർ ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ്, അക്സെപ്റ്റൻസ് സിസ്റ്റം ടെസ്റ്റിംഗ്. ദെൻ ലോവർ ടെസ്റ്റിങ്ങിലാണ് ആപ്ലിക്കബിൾ യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ്. റെസ്പോൺസിബിലിറ്റി ഇൻഡിപെൻഡൻറ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സും ആണ് വൈറ്റ് ബോക്സ് വരുന്നത്. ദെൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നോളജ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോക്സിൽ നോട്ട് റിക്വയർഡ് ആണ്, വൈറ്റ് ബോക്സിൽ റിക്വയർഡ് ആണ്. ഇംപ്ലിമെൻറ്റേഷൻ നോളജ് ബ്ലാക്ക് ബോക്സിൽ ആവശ്യമില്ല, പക്ഷേ വൈറ്റ് ബോക്സ് കോഡിംഗ് റിലേറ്റഡ് ആയതുകൊണ്ട് റിക്വയർഡ് ആണ്. ബേസിസ് ഫോർ ടെസ്റ്റ് കേസസ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട്, ഡീറ്റെയിൽ ഡിസൈൻ ബേസ് ചെയ്തിട്ടാണ്. ഇതാണ് ഓവറോൾ. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. ഫോർ എ കോമ്പിനേഷൻ ഓഫ് ദ 2 ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ്, പല മെത്തേഡ്സ് ഉണ്ട്. നമ്മളിപ്പം കുറച്ച് ടെസ്റ്റിംഗ് മെത്തേഡ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ പല മെത്തേഡ്സ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പല സ്റ്റെപ്പ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ ചെയ്തിട്ടാണ് നമ്മളൊരു ഫൈനൽ പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നത്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് അവൈലബിൾ ആക്കുന്ന കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മോഡ്യൂൾ 4 കോഡിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മോഡ്യൂൾ 4 കംപ്ലീറ്റഡ് ആവുകയാണ്. ഓക്കെ, താങ്ക് യു.